അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ അതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കുറേ നമ്മൾ കാണിച്ചിട്ട് അമ്മേൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകൾ ആ ഒരു ദിവസത്തെ മൊത്തം വിശേഷങ്ങൾ രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള വിശേഷങ്ങൾ അതാണ്. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള നമ്മൾ വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ യൂസുഫ് രാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം പുലർന്നു വന്നു. ഞങ്ങൾ പിന്നെ 5:30 എണീറ്റിട്ടുണ്ട്. അതാ നേരം 6 മണിയായി. ഞങ്ങൾ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ പൂച്ചവിടെ നേരത്തെ തന്നെ ഉണ്ട്. ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇതാ അമ്പലത്തിലെത്തി. ഞങ്ങൾ അധികം ദൂരമല്ല, ഞങ്ങൾക്ക് വീടിൻ്റെ അവിടുന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അങ്ങനെ വണ്ടിക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഇതാ പന്തലൂർ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ഞങ്ങളെ നാട്ടിലെ ക്ഷേത്രമാണ്, ഞങ്ങളുടെ തറവാട് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം. അപ്പോൾ ഇന്ന് രാവിലെ എന്നാ അമ്പലത്തിൽ വന്നും തൊഴുതു പോകാമെന്ന് വിചാരിച്ചു. അമ്മ പിന്നെ അങ്ങനെ അധികം നടക്കാൻ വയ്യാത്തതുകൊണ്ട് പ്രദക്ഷിണം ഇല്ല. ഇതാണ് ഞങ്ങളെ തറവാട് വീട്. ഇതാ ആ നേരെ പുറകിൽ കാണുന്നത് 2 നില വീട്. അമ്പലത്തിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ അമ്പലത്തിൻ്റെ ചരിത്രം കാര്യങ്ങളെല്ലാം നമ്മളെ ചാനലിലുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമ്മൾ ഇപ്പം ഒന്ന് തൊഴുതു വന്ന് നമ്മൾ ഒരു ദിവസത്തെ കാഴ്ചകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ കാണിക്കാത്തത്. അപ്പോൾ നല്ല വലിയ ക്ഷേത്രമാണ്. കേരളത്തിൽ തന്നെ വലിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ദേവീക്ഷേത്രമാണ്. ഞങ്ങൾ ഇവിടെ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് എന്നും അമ്പലത്തിൽ, അതായത് അമ്പലക്കുളത്തിൽ കുളിച്ച് പിന്നെ തൊഴുതിട്ട് ഞാനൊക്കെ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള ഒരു വഴിയാണിത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന വഴിയാണ്. ഇതൊക്കെ എല്ലാം മാറി. ആദ്യം പാടമായിരുന്നു, വരമ്പ്. ഇനിയിപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക് പോയി. ഇതാണ് കണ്ടോ, നല്ല വിശാലമായ വയൽ. ഇതായിരുന്നു ഞങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്ന വഴി. ഇനിയിപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്ന് ചായ കുടിക്കലായി. ഇന്നിപ്പോൾ റവപ്മാവും പിന്നെ അതുപോലെ ഇതാ പിന്നെ ഉഴുന്നോടെ ഉണ്ട്. അമ്പലത്തിൽ പോയി വന്ന് നമ്മൾ ചായ കഴിക്കലായി. എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കട ഉണ്ട്. അവിടുന്ന് നല്ല ചൂട്. എനിക്ക് പിന്നെ ഇത് ബോണ്ടയാണ്, അമ്മയ്ക്ക് ഉഴുന്നുവടയും. അതുകൊണ്ട് ഏതായാലും പോയപ്പോൾ അത് വാങ്ങി വന്നു. ചൂടോടുകൂടി ആയതുകൊണ്ട് രാവിലെ തന്നെ കഴിക്കാൻ വെച്ചു. ചായ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചില അമ്മയ്ക്ക് കുറച്ച് സമയം പിന്നെ അവിടേക്ക് തന്നെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പൂച്ചേൻ്റെ കാര്യം കൂടി നോക്കണം ഞങ്ങൾക്ക്. രാവിലെ പൂച്ചയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചഭക്ഷണത്തിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുക്കൽ. ഞങ്ങൾക്ക് പിന്നൊക്കെ എല്ലാം നേരത്തെ ആയതുകൊണ്ട് പിന്നെ ഇപ്പം എന്താ വെച്ചാൽ അരി ചോറ് പിന്നെ വെച്ച് അരി വാർക്കൽ, അത് പിന്നെ അമ്മേൻ്റെ പണിയാണ്. അത് പിന്നെ അമ്മ മറ്റു കാര്യങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ഞാനാണെങ്കിലൊക്കെ ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇത് പിന്നെ പ്രധാനം അമ്മയ്ക്ക്, അത് അമ്മ തന്നെ ചെയ്യണം. അരി വാർക്കൽ, ചോറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. അത് കൂടുതലും ഞാൻ തന്നെയാണ് ചെയ്യൽ. പിന്നെ ചില ദിവസങ്ങളിൽ അമ്മയൊന്ന് കൂടും. ഇന്ന് പയറ് ഉച്ചയ്ക്ക് മെഴുക്കുവരട്ടിക്കുള്ള പയറ്, അതിപ്പോൾ അമ്മ തന്നെ അരിയാണ്. അങ്ങനെയുള്ള ചില പണികളൊക്കെ അമ്മ എടുക്കും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണ് കൂടുതലുണ്ടാക്കൽ. പിന്നെ അത് കഴിഞ്ഞൊരു 10:30, ഒരു 10-10:30 ആകുമ്പോൾ എന്തെങ്കിലും ഒരു കഴിക്കലുണ്ട്. ഇന്നിപ്പോൾ നേന്ത്രപ്പഴമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ നേന്ത്രപ്പഴമാണ്.
ഇനിയിപ്പോൾ നമ്മളിവിടെ കൊണ്ടാട്ടമുളക് ഉണക്കാനുള്ളത് ഉണ്ട്. പുറത്ത് വെക്കണം അല്ലേ? വലിയ വെയിലില്ലല്ലോ ഇന്ന്. മുളക് ഉണക്കലായി. പിന്നെ ഇതാ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഊണ് കഴിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് സമയം വായന ഉണ്ട് അമ്മയ്ക്ക്. പത്രമാണെങ്കിലും അതുപോലെ മറ്റെന്തെങ്കിലും മാസികകൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതാണ് പിന്നെ ഉള്ളത്. ഒക്കെ പതിവ് ശീലങ്ങൾ തന്നെയാണ്, ഇതിലൊന്നും അങ്ങനെ മാറ്റില്ല. ഉച്ചയൂണിൻ്റെ സമയമായി. പിന്നെ ഞങ്ങൾക്ക് കൃത്യം 12 മണിയാണല്ലോ. അപ്പോൾ 12 മണിക്ക് ഊണ്. അതാണ് പഞ്ഞി ഉച്ചഭക്ഷണം. ഇന്നിപ്പോൾ നമുക്ക് ഇത് തലേ ദിവസം വൈകിട്ടുണ്ടാക്കിയ കാളൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് കാളൻ തന്നെയാണ് കാര്യമായിട്ട്. പിന്നെ മെഴുക്കുവരട്ടി ഉണ്ട്, ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും എല്ലാം കൂടി. അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അത് 12 മണിയാണ് ഞങ്ങളെ ഊണഴിക്കുന്ന സമയം. ഊണഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഉച്ചമയക്കമുണ്ട്. അതൊക്കെ പതിവ് ശീലങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഉറങ്ങായി. ഒരു മയക്കം, ഉറക്കം എന്ന് പറയാൻ പറ്റില്ല. ഊണ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 12:30 അങ്ങനെ ആവുന്നേ ഉള്ളൂ. പിന്നെ ഇനി ഉറക്കാണ്, ഉച്ചയുറക്കം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 3 മണീൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് എണീക്കുള്ളൂ. 3 മണീൻ്റെ മുമ്പായിട്ട് എണീക്കും. അവരെ പിന്നെ ഉറക്കം. അങ്ങനെയാണ്. പിന്നെ വെച്ചപ്പോൾ അങ്ങനെ അധികം അങ്ങനെ യാത്രയൊന്നും ഇല്ലല്ലോ. ഇന്ന് രാവിലെ നമ്മൾ ഒരു അമ്പലത്തിൽ പോയി വന്നു. അങ്ങനെ എപ്പോഴെങ്കിലും മാത്രമേ യാത്രയുള്ളൂ. കൂടുതലും അങ്ങനെയുള്ള മറ്റ് ദൂരയാത്രകളൊന്നുമില്ല. ഇപ്പം ഇന്ന് പോയതിന് നമുക്ക് പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഞങ്ങളുടെ നാട്ടിലെ അമ്പലം തന്നെയാണ്. വളരെ കുറഞ്ഞ ദൂരം ഇവിടുന്നുള്ളൂ. പിന്നെ രാവിലെയാണ്, അപ്പോൾ വേഗം പോയി വന്നു. അപ്പോൾ അങ്ങനെയുള്ളതേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ തന്നെയല്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ഇവിടെയുള്ള കാര്യം തന്നെ. ഇപ്പം അമ്മേൻ്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളതേ കാര്യമായിട്ട് കാണിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണ്. ഏതായാലും 3 മണിയായി സമയം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ വൈകുന്നേരം ഇന്നിപ്പോൾ കട്ടൻ കാപ്പി പിന്നെ കപ്പ പുഴുങ്ങുന്നുണ്ട്. നല്ല കപ്പ കിട്ടി, അപ്പോൾ അത് പുഴുങ്ങുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും കപ്പയാണ്. നല്ല കപ്പ കണ്ടപ്പോൾ അത് വാങ്ങിയപ്പോൾ കപ്പ പുഴുങ്ങിയത്. ഈ ഒരു സമയത്ത് അതോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എണ്ണക്കടികൾ വാങ്ങി ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ആണ് ഈ ഒരു സമയത്തെ പതിവ്. കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. നല്ല വെയിലുണ്ടല്ലേ മുളകിന്? അല്ലേ? മുളക് എടുത്തേക്കാനായിട്ടുണ്ട്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞതാ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ ശേഷം തന്നെ ചായ കഴിക്കലൊക്കെ കഴിഞ്ഞ് അതിൽ കാപ്പിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അമ്മേൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോന്ന് വിരിക്കൽ, പുതിയത് വിരിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, തിരുമ്പിട്ടതൊക്കെ ഉണങ്ങിയത് എടുത്തേക്കലും കാര്യങ്ങളും മടക്കി വെക്കലും എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത്. പൂച്ചയ്ക്ക് തന്നെയാണ് നമ്മളെ ആ ഒരു ഒത്ത ശീലം തന്നെയാണ് പൂച്ചയ്ക്ക് ഇപ്പോൾ. കാരണം വെച്ചാൽ ഇപ്പോൾ 3 മണിയായ പൂച്ചയ്ക്ക് എന്തെങ്കിലും വേണം, കഴിക്കണം. അതിപ്പോൾ പൂച്ച കഴിക്കാത്തത് എന്തെങ്കിലുമൊക്കെയാണ്. ഇപ്പോൾ കപ്പ എന്താണ് കഴിക്കില്ലല്ലോ, അപ്പോൾ വേറെ എന്തെങ്കിലും വേണം ആ നേരത്ത്. 3 മണിക്ക് ഞങ്ങൾ കഴിക്കാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ പൂച്ചയ്ക്ക് അത് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം അതിന് പകരമായിട്ട്. അതിന് റെഡി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒന്ന് ചെറിയ തോതിൽ അടിച്ചുവാരലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള അടിച്ചുവാരി തുടക്കലും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ വൃത്തിയാക്കൽ പിന്നെ അതാണ് ഞാൻ ചെയ്യല്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മതി ഞങ്ങൾക്ക്, അങ്ങനെ വേറെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്യും. അല്ലാത്ത സമയത്ത് ദിവസേനുള്ള ഒരു സാധാരണ അടിച്ചുവാരൽ, അത് പിന്നെ അമ്മയാണ് ചെയ്യല്. ഇനിയിപ്പോൾ സന്ധ്യയായി, നേരം വിളക്ക് വെക്കാനായി. അമ്മ വിളക്ക് വെക്കായി. ചിത്രരത്ന വിചിത്രാംഗം ചിത്രമാല വിഭൂഷിതം കാമധൂപാധരം ദേവം വന്ദേഹം ഗണനായകം അംബിക ഹൃദയാനന്ദം മാതൃഭി പരിവേക്ഷിതം ഭക്തപ്രിയം മതോത്തം വന്ദേഹം ഗണനായകം ഈപ്പറപ്രസാദി ഭഗവൻ ഗണനായകമേ വിഘ്നങ്ങതൂത്തു വിളയാടുക സർവകാലം സർവാർത്ഥകാരിണി സരസ്വതീ ദേവി വന്ന് നാവിൽ കടിക്ക കുമുദേട്ടു നിലാവു പോലെ വെള്ളപ്പടും കുത്തറപത്ത വിദഗ്ധ രൂപി കള്ളം കളഞ്ഞുക മലർത്തിയെഴുന്ന ശക്തി
വെള്ളത്തിലേത്തിലൊക്കെ തള്ളി വരും കണക്കെ ഉള്ളത്തിലൊന്ന് വിളയാടുക സരസ്വതി നീ. ഹരിഹരസുരവൃന്ദം പോലും അംബികയെ നീ പെരിയൊരു കരിമിരുന്നാകിലോ മുഖരത്രേ വരവരുളുക വേണം വാണിമാതേ നമുക്ക് പരിജനുടെ പനത്തെ കാണമർന്നീടണം അമ്മേ. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം വൃന്ദാവനത്തിതം നാരായണം ദേവവൃന്ദൈരഭൂഷിതം നാരായണം തിലകരാമതികം നാരായണം ദിവകനകാപരാധരം നാരായണം. പിന്നെ നമ്മൾ ഇങ്ങനെ നാമജല്ലോ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നിട്ട് പിന്നെ രാത്രി ഭക്ഷണമായി. അത് പിന്നെ ഞങ്ങൾക്ക് നേരത്തെ തന്നെയാണ്, 7 മണിക്കാണ് രാത്രി ഭക്ഷണം. അത് നേരത്തെ കഴിക്കും. ഇന്നിപ്പോ രാത്രി കഞ്ഞിയാണ് അതുണ്ടാക്കിയത്. ഇനിയിപ്പോ ഒരു 9:30 വരെ ടെലിവിഷൻ സീരിയൽ കാണലാണ്. അതും പതിവ് ശീലങ്ങൾ തന്നെയാണ്, മുടക്കമില്ലാത്തത്. അത് 9:30 വരെ. അത് കഴിഞ്ഞാലാണ് പിന്നെ അത് കഴിഞ്ഞ് കിടക്കാൻ. ഈ സീരിയൽ കാണൽ ഒരു അമ്മേൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ശീലം തന്നെയാണ്. സമയം 9:30 മണിയായി. 9:30 മണിയാണ് ഞങ്ങൾ കിടക്കണ സമയം. അപ്പോൾ ഇന്നത്തെ നമ്മൾ രാവിലെ മുതൽ ഇപ്പോൾ 9:30 വരെയുള്ള സമയത്തുള്ള നമ്മളെ ആ ഒരു കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് രാത്രിയായി, ഇനിയിപ്പോൾ കിടക്കുകയല്ലോ.